അടിമാലി ബസ് സ്റ്റാൻഡിൽ മദ്യപിച്ച് സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന യുവാവിന് നേരെ പോലീസിന്റെ പെപ്പർ സ്പ്രേ പ്രയോഗം. വ്യാഴാഴ്ച വൈകിട്ടാണ് ഈ സംഭവം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടക്കം നിൽക്കുന്ന സ്ഥലത്തെത്തിയാണ് യുവാവ് അസഭ്യവർഷം നടത്തിയത്. ഇത് പിന്നീട് റീലായിട്ട് ഇറങ്ങിയതാണ് ഈ ദൃശ്യങ്ങൾ. അതിനുശേഷമാണ് പോലീസ് പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ജെയിനസ് രാജുണ്ട്. ജെയിൻ, ഇങ്ങനെയുള്ളവന്മാരെ ഇങ്ങനെ തന്നെ അത് അടിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെയുള്ളവരെ ഇതേ നിലയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. കുറേ സാമൂഹ്യ ദ്രോഹികളുണ്ടല്ലോ, നാട്ടുകാർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യട്ടെ. തീർച്ചയായിട്ടും ദിവിഷ്, അതിൻ്റെ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ ഈ സംഭവം എന്ന് പറയുന്നത് ഇയാൾ അടിമാലിക്ക് സമീപം താമസിക്കുന്ന ആൾ തന്നെയാണ്. സ്ഥിരം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ഒരാളാണ്. അസഭ്യം പറയുക, ബസ് സ്റ്റാൻഡിലെത്തി സ്ത്രീകളും കുട്ടികളും ഒക്കെ നിൽക്കുന്ന സ്ഥലത്തെത്തി അസഭ്യം പറയുക എന്നുള്ളതാണ് ഇയാളുടെ ഒരു ശീലം. പലതവണ പോലീസ് ഇയാളെ പിടിച്ചുകൊണ്ട് പോയി. അപ്പം നാട്ടുകാർക്ക് ഇയാൾ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് ഇതിനകത്ത് ഇടപെടുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പലപ്പോഴും ഈ SC/ST അട്രോസിറ്റി ആക്ട് ഒക്കെ വരുന്നതുകൊണ്ട് ആളുകൾ നേരിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ മടിക്കും. അത് ഇയാൾക്കൊരു അവസരമായി കണ്ടുകൊണ്ടാണ് അയാൾ പലപ്പോഴും ഇത്തരത്തിൽ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. വ്യാഴാഴ്ച ആദ്യം ഈ കുട്ടികളും സ്ത്രീകളും ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ടാണ് ഇയാൾ അസഭ്യം പറഞ്ഞത്. ആ സമയത്താണ് ട്രാഫിക് പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ട് പോലീസിനെ കണ്ടാൽ ഇയാൾ പോകുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അവിടെ സംഭവിച്ചത് ഇയാൾ പിന്നീട് പോലീസിന് നേരെ തിരിച്ചു. പോലീസിന് നേരെ അസഭ്യം വർഷം നടത്തി. ആ ഘട്ടത്തിലാണ് പോലീസ് ഈ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചത്. ഇത്തരം ആളുകളെ തീർച്ചയായിട്ടും ഇങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് പൊതുവെ ആളുകൾ വിലയിരുത്തുന്നത്. പക്ഷേ ഇതിൽ മറുവശം കൂടിയുണ്ട്. പോലീസ് നിയമപരമായിട്ടാണോ പ്രവർത്തിച്ചത് എന്ന ചോദ്യം തീർച്ചയായിട്ടും ഉയരുന്നുണ്ട്. ഇത്തരം ആളുകൾക്കെതിരെ പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് നിയമപരമല്ല. കാരണം അത് ആയുധം ഉപയോഗിച്ചുള്ള ആക്രമിക്കൽ എന്ന ഗണത്തിൽ പെടുത്താവുന്ന ഒരു കുറ്റകൃത്യമാണ്. കൂടാതെ പോലീസ് അവരുടെ വാഹനത്തിൽ പെപ്പർ സ്പ്രേ കൊണ്ടു നടക്കുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ കാണണം. കാരണം ഇവിടെ സംഭവിച്ച ഒരു മദ്യപാനി ആയതുകൊണ്ടാണ് നമ്മൾ ആ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നത്. അതേപോലെ ആയിരിക്കണമെന്നില്ല എല്ലായ്പ്പോഴും പോലീസ് പെരുമാറുന്നത്. പോലീസ് സാധാരണക്കാർക്ക് നേരെ, നിരപരാധികൾക്ക് നേരെ ഒക്കെ, അല്ലെങ്കിൽ നിസ്സാര കുറ്റങ്ങൾ ചെയ്തവർക്കെതിരെയൊക്കെ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ അതിനെ ശരിയാണെന്ന് തോന്നുമെങ്കിൽ പോലും പൂർണ്ണമായി പോലീസിന്റെ നടപടിയെ ന്യായീകരിക്കാനും കഴിയില്ല.